ഹായ് പറഞ്ഞു. ഹലോ, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ എടുത്തിട്ട് കുറേ ദിവസമായി. ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലത്തെ നമ്മളെ തിക്കും തിരക്കും ഉൾപ്പെടുത്തിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം വീഡിയോ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഉച്ചയാവാനായിട്ടോ, സമയം 12 മണിയൊക്കെ ആയി. ഇപ്പം രാവിലത്തെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇന്ന് കുറച്ച് വെയിലൊക്കെ എറിച്ചു കണ്ടോ, കുറേ തുണികളൊക്കെ ഉണങ്ങി. കാണുന്നില്ല അല്ലേ? എന്താ കുറേ തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. എല്ലാം കട്ടിലിൻ്റെ മുകളിൽ കൊണ്ട കൂട്ടി വെച്ചേക്കാണ് കേട്ടോ. രാവിലെ കുറച്ച് വെയിലറിച്ചപ്പോൾ കൊണ്ടുപോയിട്ടു. പിന്നെ അതിൻ്റെ പുറകെ കുറേ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ചായ കുടിക്കാൻ തന്നെ 11 മണിയാകാറായി കേട്ടോ. പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. പിന്നെ ഗെയ്സ്, എൻ്റെ ഫോൺ വീണ്ടും പൊട്ടി. എൻ്റെ ഫോൺ ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞെട്ടിപ്പോയി. ഇതുപോലൊരു ഫോൺ വെച്ചാണോ ഇവള് വീഡിയോ എടുക്കുന്നതെന്ന് വിചാരിക്കും. അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പൊന്നൂസ് വന്നിട്ട് ഒരൊറ്റ തട്ട്. അവൾ അറിഞ്ഞില്ല, അവൾ ചായ കുടിച്ചിട്ട് പാത്രം കഴുകാൻ വേണ്ടി പോവുമായിരുന്നു. നേരെ തട്ടിപ്പോയി. അവിടുന്ന് ദാ കിടക്കുന്നു താഴെ, തവിട് പൊടിയായി. ഇനിയിപ്പം പുതിയൊരു ഫോൺ മേടിക്കണം. എപ്പം മേടിക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ലൈവൊക്കെ ഇടുമ്പോൾ എല്ലാവരും കയറണേ, നമ്മളെ ലൈവ് വീഡിയോസൊക്കെ എല്ലാവരും കാണണേ, കമൻറ്റൊക്കെ ചെയ്യണേ, ലൈക്ക് അടിക്കണേ. അത് ഇന്നത്തെ വീഡിയോയിലോട്ട് കേട്ടോ. നമ്മളെ രാവിലത്തെ തിക്കും തിരക്കൊക്കെ ഒന്ന് കണ്ടിട്ട് കേട്ടോ. അന്നേരം ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 6 മണിൻ്റെ മുന്നേ എണീറ്റു. പിന്നെ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടത്. ഇന്നലത്തെ അല്ല, ഞാനത്തെ വീഡിയോ ആണ്. ഇന്നലെ നമുക്ക് കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും പറ്റില്ല. പുറത്ത് നല്ല ഇരുടാണ് കേട്ടോ. അന്നേരം ഞാൻ ലൈറ്റൊക്കെ ഇടാൻ പോകുന്നേ ഉള്ളൂ. നല്ല കൂരാക്കൂരിടാണ്. മഴ മൂടലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും വെളിച്ചം അങ്ങോട്ട് വരില്ല കേട്ടോ. അന്നേരം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടാവില്ലേ? രാവിലെ എല്ലാവരും ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്, എല്ലാവരും രാവിലെ എണീക്കും. അന്നേരം ഇന്നിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് അടുപ്പൊക്കെ നമ്മളെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓടി വായോ എന്ന് പറഞ്ഞിട്ട് അടുപ്പൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് തീയൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ച്. അതവിടെ ചിരട്ടയില്ല, നമ്മളെ ഇളനീരൊക്കെ മേടിക്കില്ല, കരിക്കൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഇതാണ് കേട്ടോ. അത് ഞാൻ അടുപ്പിൻ്റെ അടുത്ത് വെച്ചത്. കുട്ടിയൊക്കെ കുളിക്കാൻ വെള്ളമൊക്കെ ചൂടാക്കുമ്പോൾ അത് ഒരെണ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ചൂടായിക്കോളും. അന്നേരം ഇത് അടുപ്പൊക്കെ കത്തിക്കട്ടെ കേട്ടോ. ഞാൻ അടുപ്പ് കത്തിക്കാൻ ഇപ്പോൾ നമുക്ക് മണ്ണെണ്ണ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ശാന്ത പെയിൻറ്റിൻ്റെ പണിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് കുറച്ച് ഈ വേസ്റ്റ് ഉണ്ടാവില്ലേ, പെയിൻറ്റ് ബ്രഷെല്ലാം കഴുകി കഴിഞ്ഞാൽ എൻ്റെ വേസ്റ്റ് ഉണ്ടാവും, ഇതുപോലത്തെ പെയിൻറ്റും ഇതെല്ലാം കൂടെ ആയിട്ടില്ല. അന്നേരം ഇത് പെട്ടെന്ന് അങ്ങോട്ട് പാളും കേട്ടോ. അതിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ മുഖാറ്റം വെച്ചിട്ടുണ്ട്. ഈ മുഖം അപ്പം അത് കരിഞ്ഞു പോകേ. അന്നേരം കുറച്ച് വിട്ട് നിന്നിട്ട് വേണം ഇത് കത്തിക്കണമെങ്കിൽ. ഒരിക്കൽ എനിക്ക് പറ്റിയത് എൻ്റെ മുഖമെല്ലാം കൂടെ ഭേദമായിപ്പോയി. ഭൂന്നൊരു ഒച്ച കിട്ടേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന്. ടിന്നറോ അങ്ങനെ എന്തോ ആണ് സംഭവം. അതെന്താണ് ഇതിന് പറയുക കേട്ടോ, എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ലേ. അതിന് തീയൊക്കെ ഒന്ന് കത്തിച്ച് ചോറിന് വെള്ളം വെക്കണം. ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന പണി ഇതാണ് കേട്ടോ. ഫസ്റ്റ് എണീറ്റടാ പാളുന്നുണ്ട്. നമ്മൾ മണ്ണെണ്ണ പോലെയല്ല, പെട്ടെന്ന് ഭൂം എന്നിട്ട് അങ്ങോട്ട് പാളും. പാളിയിട്ട് വിറകിനകത്ത് തീ പിടിച്ചിട്ടില്ല, വിറക് നനവുള്ളതാണെങ്കിൽ കത്തൂല്ല കേട്ടോ. നനവില്ലാത്ത വിറകാണെങ്കിൽ വേഗം തീ പിടിച്ച് കിട്ടും ചെയ്യും. അതാ ചോറിന് വെള്ളമൊക്കെ വെച്ചു. ഇനിയാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടി ചെയ്യുക. ചോറിന് വെള്ളം വെച്ച പാട് ചായക്കുള്ള വെള്ളം അകത്ത് വന്നിട്ട്. അന്നേരം രാവിലത്തെ ഇന്നലത്തെ നമ്മൾ കൊഞ്ച് കറി വെച്ചതിൻ്റെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ട് കേട്ടോ. അന്നേരം ചായക്ക് വെള്ളം വെച്ച് ചായയും കൂടെ വെച്ചിട്ട് കറി അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ എൻ്റെ സ്ഥിരം മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ സ്ഥിരം ഒരു റൊട്ടീൻ പരിപാടി ഉണ്ടല്ലോ. നമ്മളെ കൂണൊന്ന് തിരയും പോയിട്ട് അതൊന്ന് തിരഞ്ഞത് കടൽ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ. അന്നേരം അതൊന്ന് തിരയുമ്പോൾ ചിലപ്പോൾ മിക്കവാറും ദിവസങ്ങളിലൊക്കെ 2-3 കിട്ടും കേട്ടോ. എന്താ നമുക്ക് 2-3 കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം പൊട്ടിപ്പോയി കേട്ടോ പറിച്ചപ്പോൾ. അന്നേരം അതൊക്കെ കൂടെ വെച്ച് രാവിലെ ഒരു കുഞ്ഞ് കറിയങ്ങ് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടാകാനുള്ളതായല്ലോ എന്ന് വിചാരിക്കും ഞാൻ. കുട്ടികൾക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. കുക്കറിൽ കടലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചായ രാവിലെ ഒരു ഗ്ലാസ് ചായയും എന്തെങ്കിലും ബിസ്ക്കറ്റോ റസ്കോ ബ്രെഡോ എന്തെങ്കിലും 2 കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ. പിന്നെ കടലക്കറിയൊക്കെ ആക്കി തിളച്ചിട്ടുണ്ട്. അന്നേരം നമ്മളെ എന്താ പറയുക, കൂണിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ വാട്ടുന്നത്. അന്നേരം ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി കുഞ്ഞാപ്പും ചക്കരയും കൂടെ അവിടെ എനിക്ക് കൂണ് റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ. കുഞ്ഞാപ്പും ചക്കരയും പെരും അടിയും കൂടിയിട്ടാണ് കൂണ് നന്നാക്കുന്നത്. രണ്ടും കൂടെ എന്തൊക്കെയോ അടി കൂടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അരതാ ഞാനിന്നിപ്പോൾ ദോശ നമ്മളെ മിക്സീൻ്റെ ജാറിൻ്റെ അടിഭാഗം പൊട്ടിപ്പോയിട്ട് കുറേ ദിവസമായിട്ട് അരി അരയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. അരിയും തേങ്ങ ഞാൻ ചെറിയ ജാറിലിട്ടിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിച്ചങ്ങ് അരയ്ക്കും.
പിന്നെ അരി അരക്കൽ നടക്കില്ല. അതിലന്നേരം ഗോതമ്പ് പൊടിയും റവയും ലേശം അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ദോശയാണ് ചുടണേ. പിന്നെ പൊന്നൂസിന് ഇന്ന് SPC ഉള്ളതുകൊണ്ട് തന്നെ ബുധനാഴ്ചയാണല്ലോ. SPC ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ നേരത്തെ പോകണം. 8 മണിയാകുമ്പോഴത്തേക്ക് 7:45 അവൾ ഇറങ്ങും. അവൾക്ക് ഉള്ളി കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ. അന്നേരം ഉള്ളത് ഞാൻ പൊന്നൂസിന് കുറച്ച് കൊടുത്ത്, പിന്നെ ചക്കരക്ക് ലേശം കൊടുത്തിട്ടുള്ളൂ. അവളൊന്ന് കൊണ്ടുപോകുന്നില്ല, കഴിച്ചിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ്. അവൾക്ക് ലേശം കൊടുത്ത്. കുഞ്ഞാപ്പൂന് രാവിലെ അവൾ അങ്ങനെ തിന്നിട്ടില്ല കേട്ടോ. അന്നേരം അത് ഉള്ളത് നമുക്ക് എത്ര കൂണ് കിട്ടിയാലും അത് വെച്ച് കഴിയുമ്പോൾ ലേശം ഉണ്ടാവുള്ളൂ. ചട്ടീൻ്റെ അടിയിലൊക്കെ ലേശമായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് കൂണല്ലേ, ഡ്രൈ ആയി വരുമ്പോൾ അടിയിൽ ലേശമായിട്ടൊന്ന് പറ്റി പിടിക്കും കേട്ടോ. അതായത് പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അടുക്കള പരിപാടിയിൽ ലേശം ഒന്ന് ഒതുക്കി അവരെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചിട്ടയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടി വന്നിട്ട് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നിവർത്തിയിട്ട് കിടക്ക പുതപ്പൊക്കെ ഒന്ന് നിവർത്തി മടക്കിയിടുക. ഇതൊക്കെയാണ് കേട്ടോ രാവിലത്തെ പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. അടുക്കള പണി ലേശം ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് ഇത് ചെയ്യുക. ഷാണ്ട രാവിലെ വീട്ടിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ മൂപ്പരിത് ചെയ്യും കേട്ടോ. ഇല്ലാത്ത ദിവസങ്ങളാണ് എനിക്കിത് ചെയ്യേണ്ട പണിയുള്ളൂ. പിന്നെ മക്കളിന്നിപ്പോൾ പൊന്നൂസ് നേരത്തെ പോകേണ്ടതിനാണ് ഓളതൊന്നും മടക്കിയിട്ടിട്ടില്ല. അന്നേരം അവരതൊക്കെ ഒന്ന് പോയി മടക്കിയിട്ട് അവരതൊന്ന് ലെവലാക്കിയിടണം. എത്ര മടക്കിയിട്ടാലും എത്ര ഒതുക്കിയിട്ടാലും നമ്മളെ കുഞ്ഞാപ്പൂ ഇതൊന്നും അച്ചടക്കത്തിൽ വെക്കൂല കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവൾ കയറി നിരങ്ങി എല്ലാം ലെവലാക്കിയിടും. പിന്നെ ഞാൻ പകലൊരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് രാത്രി കിടക്കാൻ നേരത്തെ അതിൻ്റെ മുകളിൽ കൂടെ വേറൊരു ബെഡ്ഷീറ്റ് വിരിക്കലാണ്. അത് മാറ്റിയിട്ട്, കാരണം എന്താ വെച്ചാൽ നമ്മളെ കുഞ്ഞാപ്പൂൻ്റെ ചവിട്ടിക്കൂട്ടലല്ലേ വരുന്നുണ്ട്. അവരതൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. മിക്കവാറും ദിവസങ്ങളിലൊക്കെ മടക്കിയിടും, ചിലപ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോകും. പിന്നെ ഞാനത് മടക്കി അങ്ങ് ഇടും കേട്ടോ. എത്ര പറഞ്ഞാലും അവർ കർശനമായിട്ട് അവരങ്ങനെ ചെയ്യലില്ല. പിന്നെ ഞാനും വിചാരിക്കും മക്കളല്ലേ, നമ്മളടുത്ത് കിട്ടുന്ന സ്വാതന്ത്ര്യമല്ലേ കിട്ടുള്ളൂ എന്ന് വിചാരിക്കും. എന്നാലും അവർക്കറിയാം ചെയ്യേണ്ട കാര്യമാണ്, എന്നിട്ട് അറിയും ചെയ്യുക. ഇതെന്ന് ഇന്നിപ്പോൾ രാവിലെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, മഴക്ക് കുറച്ച് ശമനമുണ്ട്. അന്നേരം തുണികളൊക്കെ ഒന്ന് വെയിലത്ത് ഇടലിന്ന് എടുത്താൽ തീരാത്ത പണിയാവും കേട്ടോ, അത്ര കണ്ട് ഉണങ്ങാൻ. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് മടക്കിയിട്ടു, ഒന്ന് കുറച്ചൊന്ന് അവിടെയൊക്കെ ഇവിടെയൊക്കെ പോയി ഒന്ന് തട്ടിമുട്ടിയൊക്കെ വെച്ചു. പിന്നെ നേരെ വന്ന് നമ്മളെ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചു. അടുപ്പിൻ്റെ അവിടെയുള്ള പരിപാടികളൊക്കെ ഏകദേശം. അതിൻ്റെ ഇടയ്ക്ക് കൂടി ദോശ ചുട്ടുകൊണ്ടായിരുന്നു കേട്ടോ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മടക്കാൻ പോയത്. ദോശ അടുപ്പത്ത് ഒഴിച്ചിട്ടാണ് ബെഡ്ഷീറ്റൊക്കെ മടക്കാൻ പോയത്. പിന്നെ ദോശ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ഗ്യാസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അവിടെയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ രാവിലത്തെ അടുക്കളയത്തെ പരിപാടികൾ കുറച്ചങ്ങ് ഒതുങ്ങി കിട്ടും കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ രാവിലെ പുറം പണി എടുക്കുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പുറം പണി കഴിഞ്ഞ് ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കില്ലേ തലയ്ക്ക് വെളിവില്ലാത്ത അവസ്ഥയിലെത്തും. കാരണം വെച്ചാൽ പുറം പണികൾ അലക്കലും അടിച്ചുവാരലും പാത്രം കഴുകലൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ വിശപ്പ് ഏകദേശം വയറ്റിൽ കാറ്റടിച്ചിട്ടുണ്ടാകും. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ പണികളും തീർന്നതിന് ശേഷം കേട്ടോ ചായ കുടിക്കുകയുള്ളൂ. രാവിലത്തെ ഒരുവിധം പണികളൊക്കെ ഒതുങ്ങണം. പിന്നെ ചോറും കറിയൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ആവുമല്ലോ. പിന്നെ ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്ക് 3 ആൾക്കല്ലേ വേണ്ടു. അന്നേരം ഞാൻ എന്തെങ്കിലും രാവിലത്തെ കടലക്കറിയില്ല, അന്നേരം എന്തെങ്കിലും മുട്ട എന്തെങ്കിലും വറക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഉപ്പേരി വെക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളങ്ങ് പോകും കേട്ടോ. പിന്നെ രാവിലെ അടുക്കള പണികൾ എന്ന് പറയാൻ പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കായിട്ടൊരു പണികൾ ഉണ്ടാവില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ ചക്കരയും കുഞ്ഞാപ്പും അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഫോണിലേക്ക് ഏന്തി നോക്കുന്നുണ്ട്. ഞാൻ സ്റ്റിക്ക് ഒരുവിധം ഒപ്പിച്ച് അവിടെ വെച്ചതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ക്ലിയറായിട്ട് എടുക്കാൻ കഴിയില്ല. ചക്കര സ്കൂളിൽ പോകാൻ വേണ്ടി മാറ്റാനും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അന്നേരം പിന്നെ അവളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്ത് തന്നത് നമ്മളെ കുഞ്ഞാപ്പുവാണ് കേട്ടോ. കുഞ്ഞാപ്പു ഞാൻ മുറ്റടിച്ച് വരുന്നത് അകടിച്ച് വരുന്നതൊക്കെ കുഞ്ഞാപ്പുവാണ് വീഡിയോ എടുത്ത് തന്നത്. അന്നേരം അവൾ നോക്കുന്നുണ്ട്, അവളെ ക്യാമറയിൽ കാണുന്നുണ്ടല്ലോ, അതാണ് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. അല്ല അവളെ വണ്ടിയൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഫോണിൽ വന്ന് തട്ടുന്നതിന് ഞാൻ നല്ല ചീത്ത പറയുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഒരു വിധത്തിൽ ഒപ്പിച്ച് വെച്ചാൽ ഇനി എൻ്റെ ഫോൺ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിനെടുത്ത് വലിച്ചെറിയാനേ പറ്റുള്ളൂ. പിന്നെ ആക്രിക്കാർ പോലും നമ്മളെ ഫോണിന് കണ്ടാൽ ഓടിപ്പോകുന്ന അവസ്ഥയിലാണുള്ളത്. അന്നേരം ഇതൊക്കെ കുഞ്ഞാപ്പൂൻ്റെ സാധനങ്ങളാണ്. എത്ര എടുത്ത് കവറിലിട്ട് ഒതുക്കി വെച്ചാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ വീട് മുഴുവൻ അവളിട്ട്. ഇതൊന്നല്ല, ഇനി ഇഷ്ടംപോലെ ഉണ്ട്, ഓരോ മുക്കിലും മൂലയിലും ഉണ്ടാവും കേട്ടോ. എത്ര ഒതുക്കി വെച്ചിട്ടും കാര്യമില്ല. ചിലപ്പോൾ ഉണ്ടാവും എല്ലാം കൂടെ കട്ടിലിൻ്റെ മുകളിലേക്ക് ഒരൊറ്റ കൊട്ടലങ്ങ് കൊട്ടും. ഇതാണ് ഇവളെ പരിപാടി. 1 2 എടുത്ത് കളിക്കില്ല, മുഴുവൻ കൊട്ടിയിട്ടിട്ടേ കളിക്കുള്ളൂ. എല്ലാ പിള്ളേരും ഇങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ നമ്മളിങ്ങനെ കാണും, നമ്മളെല്ലാം പണിയെടുത്ത് ഒതുക്കി വെച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ? അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതൊന്നുമല്ല. മക്കളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നറിയാം. എന്നാലും പണിയെടുക്കുമ്പോൾ അതൊരു പണിയല്ലേ നമുക്ക്. എന്നാലും ഇത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊക്കെ നിരക്കും. എന്നാലും രാവിലെ എടുക്കുമ്പോൾ എല്ലാം ഒതുക്കി വെച്ചിട്ട് അങ്ങ് എടുത്തിട്ട് പോകുകയെന്ന് തന്നെ. അവളിങ്ങനെ ചാടിക്കളിക്കുന്നുണ്ട്. വെച്ചാൽ ഞാൻ ചീത്ത പറയുന്നുണ്ട്, ഫോണിൻ്റെ മുകളിലേക്കാട്ടും ചാടിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ തവിട് പൊടിയാവൂലേ. പൊന്നൂസിൻ്റെ ഇടയിൽ കൂടെ സ്കൂളിൽ പോയി, ചാട്ട പണിക്ക് പോയി, ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കണ്ടായിരുന്നു കേട്ടോ. ചക്കരക്ക് 9:30 മണിയാവും കേട്ടോ വണ്ടി വരുമ്പം. സ്കൂളിൽ നിന്ന് തന്നെ ആക്കി തന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു സമാധാനമുണ്ട്. കുറേ കാലം പറഞ്ഞാണ് നമുക്ക് സ്കൂളിൽ നിന്ന് വണ്ടിയാക്കി കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ മാസം 600-700 രൂപേൻ്റെ അടുത്ത് വണ്ടി പൈസ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ തലപ്പുഴ സ്കൂളിലേക്ക് വീടിൻ്റെ അടുത്തായിരുന്നു. ഇപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ പൊന്നൂസ് പഠിക്കുന്നതിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് കുറച്ചുകൂടെ വണ്ടി പൈസ കൂടാൻ സാധ്യതയുണ്ട്.
എന്നാണ് തോന്നുന്നത് കേട്ടോ. കറക്റ്റായിട്ട് അറിയില്ല, നമ്മൾ ചോദിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അന്നേരം എങ്ങനെയാണെങ്കിലും 600 റുപ്യേൻ്റെ മുകളിലേക്ക് എന്തായാലും ആവും. അന്നേരം നമുക്ക് മഴക്കാലമൊക്കെ ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അന്നേരം പിന്നെ ടീച്ചറോടൊക്കെ പറഞ്ഞപ്പോൾ അവർ നമുക്ക് സ്കൂളിൽ നിന്ന് വണ്ടി ആക്കി തന്നതാണ് കേട്ടോ. ഓട്ടോറിക്ഷയാണ്, അതിൽ പോകുന്നുണ്ട് അവർ രണ്ടുപേരും. അന്നേരം പൊന്നൂസ് നടന്നിട്ടാണ് കേട്ടോ പോകൽ. അന്നേരം പിന്നെ ഇത് അടിച്ചു വാരൽ, അടുത്ത പണിയെന്ന് പറഞ്ഞാൽ അടിച്ചു വാരലാണ് കേട്ടോ. എല്ലാം ഒതുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അകവും കൂടെ അടിച്ച് വാരിയിട്ട് പിന്നെ പുറം പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ തുടയ്ക്കുള്ളൂ. തുടക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ കറണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നലെ നമ്മളെ വീട്ടിൽ മരം പൊട്ടി വീണിട്ടും പോസ്റ്റ് പൊട്ടി വീണിട്ടൊക്കെ വല്ലാത്ത പ്രശ്നങ്ങളായിരുന്നു. ഒരു ദിവസം മുഴുവൻ നമ്മൾ കറണ്ടില്ലാതെ ഇട്ടത്തിരിക്കേണ്ട അവസ്ഥയായിരുന്നു. മക്കൾക്ക് പിന്നെ ഹോംവർക്കും പഠിക്കലൊക്കെ നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ആകെ അടിച്ചു വാരി കൂട്ടുമ്പോഴത്തേക്കും കണ്ടോ ഇഷ്ടംപോലെ വേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് രാവിലത്തെ വേസ്റ്റ് ഇവർ എഴുതുമ്പോൾ പഠിക്കുമ്പോൾ ഒക്കെ പിച്ചി പറിച്ച് ഇടുന്നതും എല്ലാം ഉണ്ടാവും. രാത്രി ഞാൻ കിടക്കുന്നതിന് മുന്നേ അകൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടാണ് കിടക്കുക. എന്നാലും ഉണ്ടാവും രാവിലത്തേക്ക് ഇഷ്ടം പോലെ. പിന്നെ എന്ന് പറഞ്ഞാൽ മുറ്റടിച്ച് വരലാണ്. മുറ്റം നമുക്ക് മുൻവശം ഇത്രയേ അടിച്ചു വരാനുള്ളൂ. പിന്നെ ഇറങ്ങി വരുന്ന വഴീൻ്റെ അവിടെ ഒരു മഞ്ചാടിമരം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഇല നമ്മൾ ഈ കോൺക്രീറ്റിൽ വീണ് കഴിഞ്ഞാൽ പോകുകയില്ല കേട്ടോ. മഴ നനഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പോകാൻ. അല്ലാതെ അടിച്ചു വാരി എടുക്കൽ മഴയത്ത് വല്ലാത്തൊരു പ്രശ്നമാണ്. പിന്നെ സൈഡ് വശം എല്ലാം കൂടെ അടിച്ചു വാരി വരുമ്പോൾ കുറച്ച് പ്രാവശ്യം അടിച്ചു വരാനുണ്ടാവും കേട്ടോ. കുറച്ച് നേരം അടിച്ചു വരാനുണ്ടാവും. കുഞ്ഞാപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പൗഡറും പാട്ട തുറക്കാൻ കൊണ്ട് തന്നാണ് കേട്ടോ. അതാണ് ഒച്ചേട്ടത്. അടിച്ചു വാരലൊക്കെ കുഞ്ഞാപ്പുവാണ് കേട്ടോ നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത്. ചക്കര ഈ സമയത്ത് സ്കൂളിൽ പോകാൻ വേണ്ടി ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം പിന്നെ അവളെ ബുദ്ധിമുട്ടിച്ചില്ല. കുഞ്ഞാപ്പു പറഞ്ഞ് ഞാൻ എടുത്തുതരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ എടുത്ത് തരുന്നുണ്ട്. അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട് ആള്. ഇപ്പോഴത്തെ മക്കളല്ല, അവർക്ക് അറിഞ്ഞുകൂടാത്തത് എന്താ ഉള്ളത് എല്ലാം അറിയും. പിന്നെ തന്നെ അത് അലക്കാൻ പോവുകയാണ്. ഇനി പാത്രം കൊണ്ട് കുറച്ച് കഴുകാൻ, അതുകൂടെ കഴുകണം. അന്നേരം ചക്കര പോകുന്നതിന് മുന്നേ പുഴയിലുള്ള പോയിട്ടുള്ള പരിപാടികളങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാപ്പൂനെ ഇട്ടിട്ട് പുഴയിൽ പോക്ക് നടക്കൂല. മോളൊന്ന് വിളിയായിരിക്കും കേട്ടോ. പിന്നെ ആ മുന്നിൽ നമ്മൾ അടിച്ചാൽ മുളക്കഷ്ണത്തിൻ്റെ അവിടെ വന്ന് വിളിക്കും. അത് മഴ പെയ്തിട്ട് ആകെ ദ്രവിച്ചിരിക്കുന്ന ഒരു പേടിയുണ്ട്. അന്നേരം അതായിട്ട് പൊട്ടിപ്പോകുന്നുള്ള ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം പുഴയത്തെ പരിപാടി തീർത്ത് വേഗം വരും കേട്ടോ. ചക്കര പോകുന്നതിന് മുന്നേ പുഴയിൽ നമ്മൾ അലക്കുന്ന കല്ലൊക്കെ കണ്ടോ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്. കണ്ടോ വെള്ളത്തിൻ്റെ മുകളിൽ കാണുന്നുണ്ടോ? വെള്ളമൊക്കെ നല്ല തെളിച്ചുണ്ട്. ഇന്നലെ മഴ ലേശം കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ. മഴ ഒന്ന് കുറഞ്ഞുമ്പോൾ വെള്ളം വേഗം തെളിയുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് അലക്കുന്ന കല്ല് ഇതാ ലേശം മുന്തി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇറങ്ങാൻ കഴിയില്ല. മുട്ടിൻ്റെ മേലെ വെള്ളമുണ്ട് കേട്ടോ. അത് ഇറങ്ങി കഴിഞ്ഞാൽ മുഴുവൻ നനയും. നമ്മളെ പഴയ പുഴ കണ്ടവർക്കറിയാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. പിന്നെ അത് അലക്കാൻ ഇന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ ലേശം വൈകുന്നേരം ഇവർ സ്കൂളിൽ വരുന്നൊക്കെ അപ്പം തന്നെ അലക്കും. പിന്നെ രാവിലെ ഇവർ ഊരിയിട്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് രാവിലെ വേഗം അലക്കിയിടും. പിന്നെ ഉച്ചയ്ക്ക് ഞാനും കുഞ്ഞാപ്പും കുളിച്ച് കഴിഞ്ഞത് ഞങ്ങൾ വേഗം അലക്കും. ശാന്തം പണി കഴിഞ്ഞ് വരുന്നത് വേഗം അലക്കിയിടും കേട്ടോ. ഒരു ദിവസം 2-3 പ്രാവശ്യം അലക്കിയാലും കയ്യോടുള്ളത് അപ്പം അങ്ങോട്ട് അലക്കിയിടും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാടുണ്ടാവും അലക്കിയിടാൻ. അന്നേരം വേഗം കയ്യോടെ തന്നെ ചെയ്ത് വെക്കും കേട്ടോ. ഇത് പിന്നെ ഇവർ രാത്രി വൈകുന്നേരം വന്ന് കുളിച്ച് മാറ്റുന്നതുകൊണ്ട് അതിലങ്ങനെ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ചക്കരക്ക് എന്ന് പറഞ്ഞാൽ മഴക്കാലമാണെങ്കിൽ വേനൽക്കാലമാണെങ്കിൽ ഭയങ്കര വേർപ്പിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അവൾക്ക് മഴക്കാലത്തും വേർക്കുന്ന ആളാണ് അവളും കുഞ്ഞാപ്പും. അതുകൊണ്ട് അവർക്ക് ഡെയിലി ഡ്രസ്സ് മാറ്റിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ നമുക്ക് രാത്രി ഇടുന്ന ഡ്രസ്സ് പിറ്റേ ദിവസം കൂടെ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ നടക്കില്ല, ഭയങ്കര വേർപ്പിൻ്റെ പ്രശ്നമാണ്. അതിപ്പോൾ ഞാൻ ഡെയിലി അങ്ങോട്ട് അലക്കും. ഉണങ്ങുന്ന കാര്യം എന്തേലും ആവട്ടെ വിചാരിക്കും കേട്ടോ. അന്നേരം ആ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകലും തുടയ്ക്കലും ആണ് കേട്ടോ പണിയുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞാപ്പൂൻ്റെ കൂടെ ചില്ലറ പരിപാടികളുണ്ടാവും. അവൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കണം ഒരു 11 മണിയാകുമ്പം. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു പണികളേ ഉണ്ടാവുള്ളൂ. ഇതുകൂടെ കഴിഞ്ഞ് ഞാൻ പോയിട്ട് ചായ കുടിക്കും കേട്ടോ. ചായ കുടിക്കുക ചിലപ്പോൾ തുടച്ചിട്ടായിരിക്കും ചായ കുടിക്കുക, അല്ലെങ്കിൽ തുടയ്ക്കുന്നതിന് മുന്നേ ഞാൻ ചായ കുടിക്കും. പിന്നെ കുറച്ച് നേരം അവിടെ നമ്മളെ കൂട്ടുകാരെ വീഡിയോസൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള പണി നമുക്ക് ഷോർട്ട് വീഡിയോസ് എടുക്കണം, റീൽസ് ചെയ്യണം. അന്നേരം റീൽസ് എടുക്കാനൊക്കെ കുറേ സമയം പോകും. അത് തപ്പി എടുത്തിട്ടൊക്കെ വേണം ചെയ്യാൻ. അന്നേരം അങ്ങനെ സമയം പോകും. പിന്നെ ചിലപ്പോൾ ഞാൻ 11:30 ആകുമ്പോൾ ഒരു ലൈവ് ഇടലുണ്ട് ചില സമയം കേട്ടോ. പിന്നെ 11:30 ലൈവ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം അങ്ങനെ പോകും. സമയം പോകുമെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ അടിക്കാനും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സമയം പോകും. ഓരോ ദിവസവും എങ്ങനെയാണ് സമയം പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. നേരം വെളുക്കുന്നതും വൈകുന്നേരം ആവുന്നേ അറിയുള്ളൂ. ഇന്നിപ്പോൾ ഇതാ വെയിലെറിച്ചോടെ തന്നെ കുറേ ഉണങ്ങിയില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. അന്നേരം ഇനി അതൊക്കെ വീണ്ടും സ്ഥലം കണ്ടെത്തി ആറിയിടണം. അതിൽ ഉണങ്ങിയത് വേറെ, നനഞ്ഞത് വേറെ എന്ന് പറഞ്ഞാൽ മഴ വന്നപ്പോഴത്തേക്കും എല്ലാം കൂടെ മിക്സ് ആയിട്ടോ. പിന്നെ കുറേയൊക്കെ ഉണങ്ങിയത് അതിൻ്റെ ഇടയിൽ കൂടെ പോയി എടുത്തൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ കുറേയൊക്കെ നമുക്ക് എടുത്ത് വെക്കാൻ കിട്ടിയിട്ടുണ്ട് തുണികൾ. കുഞ്ഞാപ്പൂൻ്റെ തന്നെ ഉണ്ടായിരുന്നു ഒരു ലോഡ് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ഇരുന്ന് മടക്കി വെച്ചു. ഇതൊക്കെ മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കാനൊക്കെ പോയത്. തുണിയൊക്കെ എടുത്ത് ആറിയിട്ടു. ഇതൊക്കെ മടക്കി വെച്ച് കുളിക്കാൻ പോയി. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് കുഞ്ഞാപ്പൂനെ ഉറക്കി. പിന്നെ വൈകുന്നേരത്തെ വീഡിയോ ആണുള്ളത്. അത് പിന്നെ എടുത്തിട്ടില്ല കേട്ടോ, ഇത്രത്തെ എടുത്തിട്ടുള്ളൂ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കേ, ബായ്.